മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇത് യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു റിസ്കിലും കാര്യങ്ങളിലും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടിയാൽ മതി. സോ ആ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം അഗെയിൻ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ ഓരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഓരോന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇവിടെ നമ്മുടെ യൂസർ നെയിം, ഏത് അക്കൗണ്ടിലാണോ ഫോളോവേഴ്സിനെ കൂട്ടേണ്ടത് ആ ഒരു യൂസർ നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈം വേണ്ടി കാണിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം, ഈ വെബ്സൈറ്റ് ക്രെഡിറ്റ്സിൻ്റെ ബേസിസിലാണ് വർക്ക് ആവുക. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ക്രെഡിറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ പിക്ചറിലെ അക്കൗണ്ടോ ഇങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ക്രെഡിറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം അതിനകത്ത് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ അതിൽ കൊടുത്ത അക്കൗണ്ടിൽ ഇത്രയും ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ലോകമെമ്പാടും മില്യൺസ് കണക്കിന് കുട്ടികൾ കളിച്ചും ചിരിച്ചും സംസാരിച്ചുകൊണ്ടും ഇൻ്ററാക്ട് ചെയ്ത് ഒരു ഗ്രേ കളർ ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചയുണ്ട്. അവൻ്റെ പേരാണ് ടോക്കിംഗ് ടോം. ഈ ഹാർംലെസ് ആയിട്ടുള്ള വിർച്വൽ പെറ്റ്, അങ്ങനെയല്ലേ നമ്മൾക്ക് ഇവരെ അറിയൂ. പക്ഷേ ഈ പ്ലേഫുൾ ആയിട്ടുള്ള പൂച്ച നമ്മളിൽ നിന്ന് ഡാർക്കായിട്ടുള്ള എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? നമ്മളെ ഇവൻ സീക്രട്ടായിട്ട് നിരീക്ഷിക്കുകയാണോ? നമുക്ക് ബേസിക്കായിട്ട് ടോക്കിംഗ് ടോം എന്ന ഗെയിം അല്ലെങ്കിൽ ആപ്പ് കാണുമ്പോൾ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള രീതിയിലേ തോന്നൂ. നമ്മൾ പറയുന്നത് തിരിച്ചു പറയുന്നു, നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, നമ്മൾ അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഗെയിമിനെ. പക്ഷേ ഈ ഗെയിമിന് നമ്മൾ മൈക്രോഫോൺ ആക്സസ് കൊടുക്കണം. അതിൻ്റെ പിന്നിൽ ലോജിക്ക് സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ട് തിരിച്ച് ആ പൂച്ച തിരിച്ച് പറയണമെങ്കിൽ നമ്മൾക്ക് അതിലൂടെ അത് ഇൻ്ററാക്ട് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് അത് മൈക്രോഫോണാണ്. അതിന് എന്തായാലും ആക്സസ് കൊടുത്തേ പറ്റൂ. ഒരു തിയറി ഉണ്ട്. ആ തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ മൈക്രോഫോൺ ആക്സസ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സമയവും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പ് വഴി ഈ പൂച്ച കേൾക്കുന്നുണ്ട് എന്നാണ്. അതായത് ആപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷവും ഈ പൂച്ച നമ്മൾ സംസാരിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. ചില പാരൻസ് ഈ ടോക്കിംഗ് ടോം ആപ്പിൽ പല ഗ്ലിച്ചസ് നോട്ട് ചെയ്തതായിട്ടും പല സ്ഥലത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള വോയിസസ് ഉണ്ടാവില്ല, തിരിച്ച് പറയുമ്പോൾ ക്ലിയർ ഇല്ലാത്ത രീതിയിൽ, വിസ്പറിംഗ് ആയിട്ടുള്ള രീതിയിൽ, അങ്ങനത്തെ രീതിയിലൊക്കെ ഈ പൂച്ച തിരിച്ച് ഇൻ്ററാക്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ കുട്ടികളുടെ കൂടെ സംസാരിച്ച പല കാര്യങ്ങളും ഈ കുട്ടികൾ റിലേറ്റഡ് ആഡ്സ് വരുമല്ലോ, അതിൻ്റെ അകത്ത് വന്നതായിട്ടും പാരൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ കോയിൻസിഡൻസ് ആണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ മൊബൈലിലെ എല്ലാ ആപ്പും നമ്മൾ സർവൈലൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് റിലേറ്റഡ് ആഡ്സ് എന്തായാലും വരും. ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ അത് റിലേറ്റഡ് ആഡ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഗെയിം നമ്മുടെ ഇടയിൽ വൈറലായത്, ഈ ഗെയിം എന്നാണോ ആപ്പ് എന്നാണോ, അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വിളിക്കണമെന്നുണ്ടോ ആ രീതിയിൽ വിളിക്കാം. ഗെയിം എന്ന് പറയുന്ന രീതിയിൽ ഇതിൻ്റെ അകത്തില്ല. നമ്മളൊരു വിർച്വൽ ആയിട്ടുള്ളൊരു ആളുടെ കൂടെ, ഒരു പൂച്ചേൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് കുട്ടികളെ മാത്രമല്ല അഡിക്റ്റീവ് ആക്കുന്നത്, ഒരു എന്താ പറയുക, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരും മോസ്റ്റ്ലി ഗേൾസിന് ഈ ഒരു ആപ്പ് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൂടുതൽ സ്ഥലത്തും കണ്ടിട്ടുണ്ടായത്. മെച്യൂർഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇടയിൽ ഗേൾസിന് ഈ ഒരു ആപ്പ് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാരണം ടോക്കിംഗ് ടോമിനെ ഒരു വെറും ഗെയിമായിട്ട് മാത്രം കാണാതെ ഈ സർവൈലൻസ് പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടായിട്ട് പലരും കാണുന്നുണ്ട്. കാരണം കുട്ടികളാണ് മോസ്റ്റ് വൾനറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർ ഓപ്പണായിട്ട് സംസാരിക്കും, അവരെന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് റിവീൽ ചെയ്യും. ഫാമിലി സീക്രറ്റ്സ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ വീട്ടിൽ നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ അവർക്കറിയില്ല ആരുടെ പറയണം പറഞ്ഞുകൂടാന്ന്. സോ അപ്പുറത്തുള്ള വീട്ടിൻ്റെ അടുത്ത്, ഇപ്പുറത്തുള്ള വീട്ടിലെ അടുത്ത് പോയിട്ട് നമ്മൾ വീട്ടിൽ പ്രൈവറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പോലും പറയും. സോ അത്രയും ഒരു വീക്കായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ബോധമില്ലാത്ത ഒരു മൈൻഡുള്ള ആൾക്കാരാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്. സോ അത് കാരണം തന്നെ ഇവരെ പേഴ്സണൽ കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നതൊക്കെ ഒരു ഇതുമില്ലാണ്ട്, ഹെസിറ്റേഷനും ഇല്ലാണ്ട് ബാക്കിയുള്ളവരടുത്ത് പറയും. അതാണൊരു റോ ആയിട്ടുള്ളൊരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ളൊരു ഡാറ്റ എന്ന് പറയാം. മില്യൺസ് കണക്കിന് ഫാമിലീസിലെ ഡാറ്റ കുട്ടികളിൽ നിന്ന് പുറത്തു പോവാം ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിലൂടെ. ഇതിൻ്റെ കൂടെ വേറൊരു തിയറി ഞാൻ കണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇത്രയും സമയം ഞാൻ പറഞ്ഞ തിയറി തന്നെ ഒരു പകുതി നടക്കാനും പകുതി നടക്കാണ്ടിരിക്കാനും ചാൻസ് ഉള്ളതാണ്. പക്ഷേ ഈ ഒരു തിയറി അധികം ചാൻസ് വളരെ കുറവാണ് ഇത് നടക്കാൻ വേണ്ടി. ഈ ടോക്കിംഗ് ടോമിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഒരു സ്പൈ ക്യാം പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. കുട്ടികൾ അതിനെ സൂക്ഷിച്ച് നോക്കുമ്പം തിരിച്ച് അതേപോലെ നോക്കുന്നുണ്ട്, ടോം നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കുറേ ഗെയിംസ് റിലേറ്റഡ്, നമ്മൾ പണ്ട് കളിച്ച ഗെയിംസ് റിലേറ്റഡ് ഒരു ബന്ധമില്ലാത്ത, ഐ മീൻ സെൻസിബിൾ ആയിട്ടുള്ളതും സെൻസ് ഇല്ലാത്ത രീതിയിലും കുറേ തിയറീസും കാര്യങ്ങളും റൂമേഴ്സും ഞാൻ വായിച്ചായിരുന്നു. അതിലൊന്നാണ് ഇത്. ഇതെനിക്ക് പേഴ്സണലി ഞാൻ കണ്ടപ്പം നടക്കാൻ അത്രയും ചാൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതേപോലെ ഈ ഒരു കാര്യം, ഈ നമ്മളെ സർവൈലൻസ് ചെയ്യുന്ന കാര്യം ടോക്കിംഗ് ടോം മാത്രമല്ല ചെയ്യുന്നത്,
ചെയ്യുന്നത്. അത് ടോക്കൺ ടോം കാരണം നമ്മൾ ഡാറ്റ ലീക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പിലും ഇപ്പോൾ ഈ കാര്യം നടന്നുകൊടുക്കുകയാണ്. നമ്മളെ ഫോണിലുള്ള ഒരു പകുതി മുക്കാൽ ആപ്പിന് നമ്മൾ ആവശ്യമുണ്ടോ ഇല്ലയോ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ ആക്സസും കൊടുത്തിട്ടുണ്ട്, സംസാരിക്കുന്ന ഓഡിയോ ആക്സസ് കൊടുത്തിട്ടുണ്ട്, ക്യാമറ ആക്സസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ടോക്കിംഗ് ടോമിന് പ്രശ്നമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഇത് കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അവർ സംസാരിക്കുന്ന ഒരു ആളെന്ന രീതിയിൽ ഓക്കെ പറയുന്ന തിരിച്ചു പറയുന്നുണ്ടല്ലോ എന്താണെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ ഇടയിൽ വരുന്നത് കൊണ്ട് അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഇത് വായിച്ചപ്പോൾ ഇത് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം ഈ 2025 എല്ലാ ആപ്പും ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ആപ്പിൽ നടന്നിട്ടുള്ളത്. ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. വേറൊരു കാര്യം, നാനോ ബനാന വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത് നല്ല ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ട് BGM ഒക്കെ കുത്തിക്കയറ്റി നല്ല പട്ടിച്ച് കാണിക്കുന്നുണ്ടല്ലോ. ഞാനും ചെയ്തായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എവിടെയോ പോകുന്നു, ഈ ഡാറ്റ എല്ലാം അങ്ങോട്ടോ പോകുന്നു നമ്മൾ ആരും ആലോചിക്കുന്നില്ലല്ലോ. നാളെ ഇപ്പം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് നമ്മളല്ല, നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയോ എന്നിട്ട് ഒരാൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഒരു കേരളത്തിലൊരു ക്രൈം നടന്നു, അതിനെക്കുറിച്ച് ന്യൂസ് ആർട്ടിക്കിൾ ചെയ്യണം. അപ്പോൾ അതിന് കവർ പിക്കായിട്ട് 4 ക്രിമിനൽസ് കയ്യിൽ വിലങ്ങിട്ടിട്ട് പോലെ ഒരു എന്താ പറയുക ഒരു ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അത് നേരെ കൊടുക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഫോട്ടോ ആയിരിക്കും, അതിന് ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതാണ് സംഭവം കോൺസെപ്റ്റായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്രീ അല്ല, നമ്മളെ തന്നെ നമ്മൾ സെല്ലായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തിയറി വായിക്കുമ്പോൾ എനിക്ക് ഇതാണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത്. പക്ഷേ അതിന് വേണ്ടി നമുക്കിത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആണെന്ന് വെച്ചിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടുണ്ടായിട്ട് നമ്മൾ ഈ ചെയ്യാണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഫോട്ടോസ് പുറത്തു പോകാനൊന്നും പോകുന്നില്ല. കാരണം ഓൾറെഡി അവിടെ ഇവിടെ ആയിട്ട് നമ്മളെ ഫോട്ടോസ് എങ്ങനെയായാലും ഇൻ്റർനെറ്റിൽ പതിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മളിത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ കൂടുതൽ. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് എടുത്തില്ല ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യുക. ഈ വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.